നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫിംഗർ പെയിൻറ്റിങ് ഐഡിയാസാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്യാൻവാസ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വൈറ്റ് കളർ വെച്ചിട്ട് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒരു സർക്കിളാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ബേസ് പോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ഞാൻ മെജന്ത കളറാണ് എടുക്കുന്നത്. മെജന്ത കളർ എടുത്തിട്ട് ഇതുപോലെ ആ സർക്കിളിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ വണ്ണെന്ന് എഴുതുന്ന പോലെ പിങ്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ താഴെ വൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പിങ്ക് നമ്മൾ അതിൻ്റെ മേലെ വരയ്ക്കുമ്പോൾ ഒരു ഷെയ്ഡിങ് പോലെ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫ്ലവർ നമ്മൾ ആ വൈറ്റ് ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് താഴോട്ടായിട്ട് സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അതും ഇതുപോലെ ഇങ്ങനെ സർക്കിളിൽ പിങ്ക് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ. ഇതിപ്പോൾ ഞാനൊരു 5-6 ലെയർ പിങ്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു 3D എഫക്റ്റ് കിട്ടും. ഇനി ഏറ്റവും മിഡിലായിട്ട് ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ വിരലിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു തരി തരി പോലെ ഉണ്ടാവും. നമ്മൾക്ക് അങ്ങനത്തെ ഒരു എഫക്റ്റാണ് നമ്മൾക്ക് അവിടെ കിട്ടുക. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പൂവൊന്നും ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിനൊരു തണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളറാണ് എടുക്കുന്നത്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറുവിരൽ വെച്ചിട്ടാണ് അത് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷും യൂസ് ചെയ്യാം. അപ്പം ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് ഫിനിഷ് ആവും. അപ്പോൾ ഇതൊരു ഡാലിയ ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബേസായിട്ട് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ഇതുപോലെ ഒരു വലിയ സർക്കിളായിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ റെഡ് കളറാണ് എടുക്കുന്നത്. നല്ല ഡാർക്ക് റെഡില്ലേ, അതാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു വിരലിലാക്കിയിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും തറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ വലിയൊരു വണ്ണാണ് പെറ്റലായിട്ട് വരച്ചത്. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ എന്താ പറയുക, അധികം നീളമില്ലാത്ത രീതിയിലാണ് നമ്മൾ റെഡ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വേറെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും ഫ്ലവറിന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ ലെയേഴ്സ് കിട്ടുകയും ചെയ്യും. കുറേ എന്താ പറയുക, ഇതളുകളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ളത് പോലത്തെ ഒരു ഫീലിങ്ങും കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇതുപോലെ തന്നെ റെഡ് പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. താഴെ ബ്ലാക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്കും കൂടെ ഈ റെഡ് മിക്സ് ആവും. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ഒരു കുറേ ലെയേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലും ഒരു 5-6 ലെയേഴ്സൊക്കെ നമുക്ക് പെറ്റൽസ് കിട്ടും. ഇനി ഇതിൻ്റെ ഏറ്റവും മിഡിലായിട്ട് ഞാൻ യെല്ലോ കളർ തന്നെയാണ് കൊടുക്കുന്നത്. യെല്ലോ പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറേ യെല്ലോ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനും നമ്മളൊന്ന് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രീന് തണ്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി മൂന്നാമത്തെ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാനിതുപോലെ വൈറ്റ് ബേസ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ബേസ് കൊടുക്കാൻ കാരണം നമ്മൾ നെക്സ്റ്റ് വേറൊരു കളർ അവിടെ കൊടുക്കുമ്പം ആ ഒരു ഷെയ്ഡിങ് അവിടെ വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ആ വൈറ്റിൻ്റെ മേലെ ഞാൻ ബ്രൗൺ കളറാണ് എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ച് കൊടുക്കുന്നത്.
ഇനി ആ ബ്രൗണിൻ്റെ മേലെയായിട്ട് ഞാൻ സൺസെറ്റ് യെല്ലോ എന്ന് പറയുന്ന കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ താഴത്തെ ബ്രൗണും അതുപോലെ അതിൻ്റെ താഴത്തെ വൈറ്റും കൂടെ നമ്മൾക്ക് ഇതിലൊരു ഷെയ്ഡിങ് പോലെ വരും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യാനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ലെയേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും ഒരു 3-4 ലെയേഴ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മിഡിലായിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ യെല്ലോ കളർ, ലൈറ്റ് യെല്ലോ ആണ് കൊടുക്കുന്നത്. അതായത് ലെമൺ യെല്ലോ ആണ് കൊടുക്കുന്നത്. പിന്നെ എന്നിട്ട് നടുക്ക് നമ്മൾ വീണ്ടും ബ്രൗൺ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ യെല്ലോ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു സൺഫ്ലവറിൻ്റെ ലുക്ക് കിട്ടും. അപ്പം ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, അതായത് ലൈറ്റ് കളർ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഈ ഒരു ഫ്ലവർ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഭംഗി തോന്നില്ല, പക്ഷേ നമ്മളൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുമ്പം ഇതിങ്ങനെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഫൈനൽ ലുക്കുള്ളത്. അടുത്ത പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പേർപ്പിൾ കളർ എടുത്തിട്ട് ഇങ്ങനെ 3 സർക്കിൾസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സർക്കിളിലേക്ക് വൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ 4 വിരലിനെ കൊണ്ട് തന്നെ 4 ഇങ്ങനെ ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 ഡോട്ട് ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം കുറച്ച് വൈറ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പം ഒരു പേർപ്പിളിൻ്റെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. അങ്ങനെ പിന്നെ ഓരോ ലെയർ നമ്മൾ ചെയ്യുമ്പോഴും ലെയേഴ്സ് നമ്മൾ വൈറ്റ് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഏറ്റവും മേലത്തെ ലെയർ ആകുമ്പോഴേക്കും നമ്മൾ ഫുൾ വൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ ഞാൻ ബാക്കി 2 ഫ്ലവേഴ്സിനും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ ഫ്ലവറിൻ്റെയും നടുക്ക് ഒരു വൈറ്റ് ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെ പണി കഴിയും. ഇനി നമ്മൾ ലീഫാണ് വരയ്ക്കുന്നത്. അപ്പോൾ ലീഫ് വരയ്ക്കാൻ വേണ്ടി ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഇതുപോലെ ഒരു ലീഫ് വരയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ചേഞ്ച് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പൂവുകൾ കുറച്ച് ദൂരെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിനെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെറ്റൽസ് ഡാർക്ക് പേർപ്പിളും വൈറ്റും ഒക്കെ വെച്ചിട്ട് കുറച്ച് പെറ്റൽസ് ഈ ലീഫിൻ്റെ മേലെയൊക്കെ ഉള്ള പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ജസ്റ്റ് കുറച്ചധികം പെറ്റൽസ് ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രഞ്ചിയുടെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ആദ്യം തന്നെ ക്യാൻവാസിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സർക്കിൾസ് വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒറ്റ ലെയർ വൈറ്റ് മാത്രമേ നമ്മൾക്ക് വേണ്ടൂ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ പൂക്കളായതുകൊണ്ട് തന്നെ അങ്ങനെ പെർഫെക്റ്റ് ഷേപ്പൊന്നും ഉണ്ടായില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വൈറ്റ് മൊത്തമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ വേറെയും പൂക്കൾ വരയ്ക്കുന്നുണ്ട്, കുറച്ച് മൊട്ടുകളും വരയ്ക്കുന്നുണ്ട്. പിന്നെ വൈറ്റിൻ്റെ മിഡിലായിട്ട് നമ്മൾ യെല്ലോ ആണ് ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോൻ്റെ മിഡിലായിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ബ്രൗൺ കുറച്ച് വിരലിലാക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു യെല്ലോ ബ്രൗണിഷ് ഷെയ്ഡ് നമ്മളുടെ പൂമ്പൊടിയുടെ ഒക്കെ ഒരു ലുക്ക് കിട്ടും. ഇനി ഗ്രീന് വെച്ചിട്ട് നമ്മൾക്ക് തണ്ടുകളും ഇലകളും ഒക്കെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ ഈ ഒരു പെയിൻറ്റിങ്ങും ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഡേസി ഫ്ലവേഴ്സാണ് ഉദ്ദേശിച്ചത്. ഈ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ട് ഓറഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട്സ്, കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം യെല്ലോ കളർ എടുത്തിട്ട് ഈ ഓറഞ്ചിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ വെച്ചിട്ട് ഈ എല്ലാത്തിൻ്റെയും താഴെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഗ്രീനും തണ്ടും കൂടെ വരച്ച് കൊടുക്കണം. ഇനി നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ട് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ലൈൻസാണ് അതിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ജമന്തി, അതായത് മാരിഗോൾഡ് ഫ്ലവറാണ് ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പേർപ്പിളും പിങ്കും ആണ് പെയിൻറ്റ് കളേഴ്സ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അതിൽ നടുക്കായിട്ട് നമ്മൾ വിരൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. ഈ പൂവിന് ഞാൻ 2 ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2 പൂവും ഒരു മൊട്ടുമാണ് വരച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് ലെയർ എല്ലാത്തിൻ്റെയും കൊടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയറും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വെച്ചിട്ട് നമ്മൾ തണ്ടുകൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എതളുകൾ ഇങ്ങനെ താഴെ വീണ പോലെയും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ യെല്ലോ വെച്ചിട്ട് പൂവിൻ്റെ നടുക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് പെയിൻറ്റിങ് ഇതാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഫിംഗർ ഫ്ലവർ പെയിൻറ്റിങ് ഐഡിയാസാണ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.